ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലും ഓരോ പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. നാം ഓരോരുത്തരും ഓരോ ദിവസവും പലവിധ കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കായി തരുന്ന ഈ ഒരു വചനം നിങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ എത്ര വലിയ വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ വിഷമഘട്ടത്തെ സന്തോഷമാക്കി മാറ്റിത്തരാൻ ശക്തിയുള്ള ഒരു വചനം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 17-18 തിരുവചനങ്ങൾ. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ദൈവമേ, എന്റെ മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പരങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിന്റെ കുളിർമ നൽകണമേ. എന്റെ കർത്താവേ, ഇന്ന് പുതിയൊരു ദിവസം കൂടി എനിക്ക് തന്നതിനെയോർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങയിൽ നിന്നുള്ള സമ്മാനമാണ്. നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല ഈശോയെ. ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നും അതൊരിക്കലും എനിക്ക് നിരാശ നൽകുന്ന ഒന്നല്ല എന്നും ഞാൻ അറിയുന്നു. ഇന്നലെ വരെയുള്ള എന്റെ ദിവസങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു. ഇന്ന് മുതൽ എല്ലാത്തിലും എനിക്ക് മാറ്റം നൽകണമേ പിതാവേ. പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ ശക്തിക്കും എന്നെ നയിക്കുന്ന അങ്ങയുടെ ജ്ഞാനത്തിനും എന്നെ നിറയ്ക്കുന്ന അങ്ങയുടെ സമാധാനത്തിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു. പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ. സന്തോഷത്തിന്റെ നിറമുള്ള പുഷ്പങ്ങൾ എന്റെ ജീവിതത്തിൽ വിരിയിക്കണമേ. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ പിതാവേ, ഏക സത്യദൈവമായ അങ്ങയെയും അവിടുത്തെ പുത്രനായ
ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാലാഖമാർ നിങ്ങളെ സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേ, നിന്റെ ശക്തി കൊണ്ട് സകല ദുഷ്ടതകളെയും താഴ്ത്തേണമേ. ദൈവം എന്റെ ഗോപുരവും എന്നോട് ദയയുമുള്ള ദൈവമല്ലയോ? എന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുന്നു. ദൈവപിതാവേ, എല്ലാ മനുഷ്യരും അങ്ങേ അറിയുകയും സ്നേഹിക്കുകയും പ്രത്യേക ഭക്തിയാൽ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന പ്രേഷിതത്വത്തെ ആശീർവദിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാം ക്രമീകരിക്കുകയും ഹൃദയങ്ങളെ സജ്ജീകരിക്കുകയും വാക്കുകളെ വിശുദ്ധീകരിക്കുകയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങനെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ദൈവപിതാവേ, ഞങ്ങൾ അങ്ങയെ സവിശേഷമാം വിധം അനുഭവിച്ചറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആമേൻ. എത്രയും ദയയും കൃപയും നിറഞ്ഞ എന്റെ ഈശോയെ, അങ്ങേ ദയാധിക്യത്തിനൊത്തവണ്ണം എന്നെ അനുഗ്രഹിക്കണമേ. മാധുര്യവാനായ ഈശോയെ, പാപികൾക്കു വേണ്ടി അവിടുന്ന് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എന്റെ പാപങ്ങളെ കഴുകണമേ. എത്രയും കനിവുള്ള ഈശോയെ, അങ്ങേ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിർഭാഗ്യവാനും അയോഗ്യനുമായ എന്നെ തൃക്കൺ പാർക്കണമേ. എന്റെ ഈശോയുടെ തിരുനാമമേ, മാധുര്യമേറിയ തിരുനാമമേ, ധൈര്യപ്പെടുത്തുന്ന തിരുനാമമേ, അങ്ങേ തിരുനാമത്തെക്കുറിച്ച് എന്നെ രക്ഷിക്കണമേ. നിത്യപിതാവിന്റെ കുമാരനായ ഈശോയെ, അങ്ങേ സൃഷ്ടിയായ ഞാൻ ശിക്ഷിക്കപ്പെടുവാൻ അനുവദിക്കരുതേ. എത്രയും ശാന്തനായ എന്റെ ഈശോയെ, അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേരുന്നതിന് എന്നെ അനുവദിക്കണമേ. അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷയായ ഈശോയെ, അങ്ങേ പക്കൽ ഓടി വരുന്നവരുടെ ആശ്വാസമായ ഈശോയെ, കന്യകാമറിയത്തിന്റെ കുമാരനായ ഈശോയെ, അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിനും സ്തുതിക്കുന്നതിനും അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും എനിക്കിടയാക്കണമേ. മാധുര്യവാനും ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളിൽ നിറയുക. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക. അങ്ങേ സ്നേഹാഗ്നിയാൽ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ദിവ്യവരദാനങ്ങളാൽ സമ്പന്നമാക്കുകയും ചെയ്യുക. ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കാൻ സഹായിക്കുക. ആമേൻ. കർത്താവേ, കനിയണമേ. മിശിഹായേ, കനിയണമേ. കർത്താവേ, കനിയണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന
കേൾക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പന്തക്കുസ്ത ദിവസം ശ്ലീഹാന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കണമേ. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിവേകത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മശക്തിയുടെ
കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവഭയത്തിന്റെ പ്രദീപമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സന്തോഷത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സൗമ്യതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദയയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളിൽ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പൊസ്തലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസനായ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയാഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവിന്റെ വാഗ്ദാനവും 7 വിധ ദാനങ്ങളോടും കൂടിയവനുമാകുന്നു. അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും
ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങേ ദർശിക്കാൻ സ്നേഹവും ഞങ്ങൾക്കു നൽകണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.